ഉള്ളതും പിന്നെ വരാനുള്ളതും ഒക്കെ എനിക്ക് പെട്ടെന്ന് പിടികിട്ട് ചിലപ്പോൾ നോക്കും, എന്നിട്ടേ മറുപടി പറയും. അതുകൊണ്ടാണ് പെട്ടുപോകാത്തത്. പലരും പെട്ടുപോകുന്ന കണ്ടില്ല. എന്നിട്ട് പിന്നെ ഇപ്പോൾ 1-2 ദിവസം മുമ്പൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നാട്ടിന്ന് പറയേണ്ടി വരികയാണല്ലോ. പിന്നെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ ബുദ്ധിമുട്ട് എനിക്കധികം വന്നിട്ടില്ല. എന്നെ കൊണ്ട് പറ്റത്തുമില്ല എന്നിട്ട് പുറകെ കിടക്കാൻ. ആദ്യം തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറഞ്ഞാൽ മതിയല്ലോ. വരികൾക്കിടയിൽ വായിക്കാനാണ് മീഡിയക്ക് ഇഷ്ടം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പൊള്ളി പഠിച്ചതാണോ ചെറുപ്പത്തിലെ അവെയറാണോ? രാഷ്ട്രീയത്തിലുള്ള തഴക്കും പഴക്കും തന്നെയാണത്, യാതൊരു സംശയവുമില്ല. കരുണാകരൻ്റെ കാലത്തൊക്കെ അദ്ദേഹമല്ലേ പിന്നെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ആ മന്ത്രിസഭയിൽ 2ാം സ്ഥാനത്തിരുന്ന ആളാണ് ഞാനപ്പോൾ. അദ്ദേഹം ഭയങ്കര ടാക്സിക്സിൻ്റെ ആളാണ്, വളരെ സ്മാർട്ടാണല്ലോ. ഇതൊക്കെ കണ്ടുപഠിച്ചതാവാം, തഴക്കും പഴക്കും ഒക്കെ ആയിട്ട്. ഗുരുവിൽ നിന്ന് വളരെ അടുത്ത്. അതുപോലെ സാറിൻ്റെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ് BMW